പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ചൂട് പിടിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ ആഗോള എണ്ണ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ വീണ്ടും കനത്ത ആക്രമണം. യമനിലെ ഹൂതി വിമതർ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൗദി അരാംകോയുടെ തന്ത്രപ്രധാനമായ ജിസാൻ റിഫൈനറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് ലോക ശ്രദ്ധയാകർഷിച്ച സൗദിയുടെ ഈ കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാല. ആക്രമണത്തെ തുടർന്നുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ കാരണമാണ് റിഫൈനറിയുടെ പ്രവർത്തനം താൽക്കാലികമായി റദ്ദാക്കാൻ അധികൃതർ നിർബന്ധിതരായത്. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് എണ്ണ ശുദ്ധീകരണശാലയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില വിഭാഗങ്ങൾക്ക് നേരെ നേരിട്ട് പ്രഹരമേറ്റിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഗ്യാസിഫിക്കേഷൻ കമ്പൈൻഡ് സൈക്കിൾ കോംപ്ലക്സിനും കൂറ്റൻ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കുമാണ് ആക്രമണത്തിൽ തകരാറുകൾ സംഭവിച്ചത്. ആക്രമണത്തെ തുടർന്നുണ്ടായ തകരാറുകൾ പരിഹരിക്കുകയും അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ജിസാൻ റിഫൈനറിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കൂ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. ചെങ്കടലിൽ സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റിഫൈനറിക്ക് നേരെയും പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് മേഖലയിലെ അന്തരീക്ഷം കൂടുതൽ അപകടകരമാക്കുന്നു. സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലായ അരാംകോയുടെ റിഫൈനറികൾ പൂട്ടേണ്ടി വരുന്നത് ആഗോള ഇന്ധന വിപണിയിൽ വൻ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭയം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ വഴിവെച്ചു. റെഡ് സീ കപ്പൽ പാതയിലൂടെയുള്ള ചരക്ക് എണ്ണ ഗതാഗതം ഇതിനകം തന്നെ കനത്ത ഭീഷണിയിലാണ്. ഇതിനു പുറമെ സൗദി മണ്ണിലെ എണ്ണ ശുദ്ധീകരണശാലകൾ തകർക്കപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കും. യമനിൽ നിന്നും തൊടുത്തുവിട്ട അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളുമാണ് ജിസാൻ റിഫൈനറിയെ ലക്ഷ്യമിട്ട് കുതിച്ചെത്തിയത്. സൗദി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. സ്വന്തം സുരക്ഷയും ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരതയും നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നാണ് സൗദി അറേബ്യൻ ഭരണകൂടം നൽകുന്ന സൂചന. ഹൂതികൾക്ക് നേരെ ശക്തമായ തിരിച്ചടികൾ നൽകാൻ സൗദി സൈന്യം തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഹൂതികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാന്റെ പ്രതിരോധവും സാങ്കേതിക സഹായവുമാണെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും സൗദി അറേബ്യയും ആരോപിക്കുന്നത്. അതിനാൽ തന്നെ ഈ ആക്രമണം ഇറാനുമായുള്ള തർക്കങ്ങൾക്കും ആക്കം കൂട്ടും. യമനിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൂതികൾ സൗദിയിലെ സാമ്പത്തിക കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിടുന്നത്. ജിസാൻ മേഖലയിൽ ഉണ്ടായ സ്ഫോടനങ്ങളുടെയും പുകപടലങ്ങളുടെയും ചിത്രങ്ങൾ പുറത്തുവന്നത് ആഗോള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിസര പ്രദേശങ്ങളിലെ ജീവനക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഹൂതികളുടെ ഈ തുടർച്ചയായ പ്രകോപനങ്ങൾ യുണൈറ്റഡ് നേഷൻസിന്റെ സമാധാന ശ്രമങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ നിലച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കുന്നത്. എണ്ണ ശുദ്ധീകരണശാലകൾ തകരുമ്പോൾ വിപണിയിൽ ഇന്ധന ലഭ്യത കുറയുകയും ഇത് വികസിത രാജ്യങ്ങളിലെ ഗതാഗത വ്യവസായ മേഖലകളിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ സൗദിക്ക് പ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എണ്ണക്കപ്പലുകളുടെയും റിഫൈനറികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സംയുക്ത സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാം. ജിസാൻ റിഫൈനറിയുടെ പ്രവർത്തനം എന്ന് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി പറയാൻ അരാംകോ തയ്യാറായിട്ടില്ല. നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് മാത്രമാണ് കമ്പനി വ്യക്തമാക്കിയത്. അടുത്തിടെ സൗദിയുടെ വ്യോമാക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും മറുപടിയായാണ് തങ്ങൾ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചതെന്ന് ഹൂതി സൈനിക വക്താക്കൾ അവകാശപ്പെട്ടു. സൗദി ആക്രമണം നിർത്തുന്നതുവരെ തിരിച്ചടി തുടരുമെന്നാണ് അവരുടെ ഭീഷണി. പശ്ചിമേഷ്യൻ കടലുകളിലെയും കരയിലെയും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ആഗോളതലത്തിലെ പണപ്പെരുപ്പത്തിനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കാരണമാകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ഉത്കണ്ഠയിലാഴ്ത്തുന്നു. ഇനി വരും ദിവസങ്ങളിൽ ജിസാൻ റിഫൈനറിയിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതിന്റെ വേഗതയും ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി അറേബ്യ സ്വീകരിക്കുന്ന സൈനിക നടപടികളുമാകും മേഖലയിലെ ഭാവി സംഭവ വികാസങ്ങൾ തീരുമാനിക്കുക. യഥാർത്ഥത്തിൽ ജിസാൻ റിഫൈനറി അടച്ചുപൂട്ടേണ്ടി വന്ന സംഭവം പശ്ചിമേഷ്യൻ യുദ്ധത്തെ പുതിയൊരു സാമ്പത്തിക സൈനിക ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.